ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്ത ബ്രൈഡൽ ബ്ലൗസ് നെക്ക് ഡിസൈനിൻ്റെ പാർട്ട് 2 വീഡിയോയാണ്. ഇതിൽ ബ്രൈഡൽ ബ്ലൗസ് സ്ലീവ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നെക്കിൽ ചെയ്തിരിക്കുന്ന സെയിം എംബ്രോയ്ഡറിയാണ് ബോർഡറിൽ 2 സൈഡിലും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ ലാസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി. അടുത്ത സ്റ്റെപ്പിന് വൈറ്റ് സ്റ്റോൺ ചെയിനും ഫാബ്രിക് ഗ്ലൂവും എടുത്തിട്ടുണ്ട്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റോൺ ചെയിൻ നമുക്ക് കർവുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ സ്പ്രെഡ് ആവാതെ ശ്രദ്ധിച്ച് വേണം സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാൻ. ഗ്ലൂ നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 4 അല്ലെങ്കിൽ 5 സ്റ്റോൺസിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ത്രെഡ് ഉപയോഗിച്ചൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കി സ്റ്റോൺ ചെയിൻ കൂടെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. സ്റ്റോൺ ചെയിനിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരു ലീഫ് ലൈക്ക് ഡിസൈനിൽ ഗോതമ്പ് ബീഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോ ഗോതമ്പ് ബീഡും 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതുപോലെ ബാക്കി ഏരിയയും നമുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് മാംഗോ ഡിസൈൻസ് ആണ്. കർവ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരു ഹാഫ് ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാഫ് ബീഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മീഡിയം സൈസ്ഡ് ഗോൾഡൻ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ബാക്ക് സ്റ്റിച്ച് മെത്തേഡിലൂടെ മാംഗോ ഡിസൈനിൻ്റെ ഔട്ട്ലൈനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാംഗോ ഡിസൈൻസിൻ്റെ ഔട്ട്ലൈൻസും നമുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് മാംഗോ ഡിസൈനിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുകയാണ്. അതിനായിട്ട് ഡയമണ്ട് ഷേപ്പ് വരുന്ന കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. കുന്തൻ സ്റ്റോൺ നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷമേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാവൂ. ഫാബ്രിക് ഗ്ലൂ കുന്തൻ സ്റ്റോണിൻ്റെ ചുറ്റിനും, അതായത് മാംഗോ ഡിസൈനിൻ്റെ അകത്ത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുന്തൻ സ്റ്റോൺ ഡ്രൈ ആവുന്നതിന് മുമ്പ് ഫാബ്രിക് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്ത പൊസിഷനിൽ നിന്ന് കുന്തൻ സ്റ്റോൺ മൂവ് ചെയ്യും. അപ്പം പഴയ പൊസിഷനിലേക്ക് അത് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സ്റ്റോൺ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം ഫാബ്രിക് ഗ്ലൂ സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞത്. സ്പ്രെഡ് ചെയ്ത ഫാബ്രിക് ഗ്ലൂവിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ കളർ മൈക്രോ കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. മാംഗോ ഡിസൈൻ ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ മൈക്രോ കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ബീഡ്സ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ബീഡ്സ് ഒന്നുകൂടെ വേഗം സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാംഗോ ഡിസൈൻസും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ബ്ലൗസ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ എൻഡിങ്ങിൽ ടാബ്ലറ്റ് ബീഡ്സ് തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഫൈനൽ വീഡിയോ മാത്രമായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.